ഹായ് നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന അത് നടുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇത് മറ്റൊരു രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ വേര് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഇതേ തരത്തിലുള്ള സാധനം നമ്മൾ കുഴിച്ചിടാൻ ഉപയോഗിക്കുന്ന ഈ സാധനം എടുക്കുന്നു. ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് ഷേപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇത്തിരി ഒന്ന് രണ്ടോ മൂന്നോ ഇല നമ്മൾ പറിച്ചു മാറ്റിയാൽ ഇതുപോലെ ഒരു ഷേപ്പായി നമുക്ക് ലഭിക്കും. അങ്ങനെ വന്നാൽ പിന്നെ ഇതേപോലെ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഇതിനെ പതുക്കെ ഇങ്ങനെ ഞാൻ വെക്കുക. ഇങ്ങനെ വെച്ചാൽ ഒരു 10-12 ദിവസത്തിനകം ഇതിനകത്തേക്ക് വേരുകൾ വന്നിറങ്ങും. വേരുകൾ വന്നിറങ്ങിയാൽ പൂർണ്ണമായ വേരുകൾ വരുന്നതോടുകൂടി നമുക്ക് ഇതെടുത്ത് സാധാരണ ചെയ്യുന്നത് പോലെ കുഴി കുഴിച്ച് വളം വേണമെങ്കിൽ വളമിട്ട്, വളമിടാതെയാണെങ്കിൽ വളമിടാതെ നമുക്ക് എന്ത് ചെയ്യാം, കുഴിച്ചിടാം. അങ്ങനെ 12 ദിവസം കഴിഞ്ഞ് വേര് പുറത്തേക്ക് ചാടിയ പൈനാപ്പിളിൻ്റെ ടോപ്പിലുള്ള ഈ സാധനമാണ് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ഈ തരത്തിലേക്കാക്കിയിട്ടുള്ളത്. ഇത് നമ്മളിനി ഒരു ഗ്രോ ബാഗിലോ അതല്ലെങ്കിൽ ചട്ടിയിലോ ഏതിൽ വെച്ചാൽ നമുക്ക് നടാം. മണ്ണിൽ നടുന്നതിന് പകരം ഒരു പരീക്ഷണം എന്ന നിലക്ക് ഞാനിത് സാധാരണഗതിയിൽ 1.5 വർഷം കഴിഞ്ഞിട്ടാണല്ലോ കായ്ക്കുമെന്ന് പറയുന്നത്. ഒരു 1.5 വർഷം 2 വർഷമൊക്കെ പിടിക്കുന്ന പറയുന്നത് അതിൻ്റെ ഈ റിയൽ വിത്ത് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എന്തായിരുന്നാലും മണ്ണിൽ നടുന്നതിന് പകരം ഞാൻ ഈ ഗ്രോ ബാഗിൽ നടുകയാണ്. ഇങ്ങനെ ഗ്രോ ബാഗിൽ നമ്മൾ നട്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു പരീക്ഷണം കൂടിയാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ നേരത്തെ ഇപ്പോൾ ആ ഗ്രോ ബാഗിൽ നമ്മൾ വെച്ചത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ കാണുന്ന, അതായത് പൈനാപ്പിളിൻ്റെ മേലെയുള്ള അത് വെച്ചിട്ടാണ് വേര് പിടിപ്പിച്ചത്. ഇതിൻ്റെ ഒറിജിനൽ കാനി എന്ന് പറയുന്ന സാധനമാണ് നമ്മളെടുത്തിട്ട് മറ്റൊരു ചട്ടിയിലും കൂടി നടാൻ പോവുകയാണ്. ഇത് 9-10 മാസം കൊണ്ട് കായ്ക്കുന്നതാണ് നമുക്കറിയാവുന്നൊരു സംഗതി. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നമുക്ക് പരീക്ഷിക്കാനും കൂടി ഇത് ഉപകരിക്കപ്പെടും. ഇത് നമ്മളിനി ഒന്ന് നട്ടു നോക്കാം. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ നട്ടു നോക്കാം. ഇപ്പോൾ 2 രീതിയിൽ നമ്മളിത് പരീക്ഷിക്കുകയാണ്. 1.5 വർഷം എന്ന് പറയുന്നു, ഇത് 9-10 മാസം കൊണ്ടെന്ന് പറയുന്നു. ഏതായിരുന്നാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ അറിയിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ആളുകളിലേക്കൊക്കെ അത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.